പ്രതിഷേധിക്കുന്നവരൊക്കെ പോയി ആദ്യം ആ കുടുംബത്തെ ഒന്ന് സഹായിക്കൂ, അവരുടേതായ നിലയിൽ സഹായിക്കൂ, എന്നിട്ട് പ്രതിഷേധിക്കൂ. ഇപ്പോൾ ഇവിടെ ഗോപനം വിശദീകരിച്ചു, പ്രതിഷേധിച്ചോളൂ, ജനാധിപത്യത്തിൽ അതിന് വകുപ്പുണ്ട്. പക്ഷേ അതിന്റെ സ്വഭാവം സാഹചര്യം നോക്കി മനസ്സിലാക്കാൻ പറ്റണം. എല്ലായിടത്തും പോയി കരിങ്കൊടിയും കൊണ്ട് മന്ത്രിമാരുടെ വാഹനത്തിന് മുമ്പിൽ ചാടുന്ന ആത്മഹത്യാ സ്ക്വാഡ് ആകരുത് എന്നാണ് പറയുന്നത്. ജിൻഡോ, ഒരു മിനിറ്റ് കൂടി. ഇതേ വിദ്യാഭ്യാസ മന്ത്രി 5 സ്റ്റാർ ഹോട്ടൽ സമാനമായ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ് പാമ്പ് കടിയേറ്റ് മരിക്കുന്നത്, ഈ ഷോക്കേറ്റ് മരിക്കുന്നത്. ഹൈടെക് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? CPM നേതൃത്വം നൽകുന്ന മാനേജ്മെന്റിന്റെ ഹൈടെക് സ്കൂള്. അപ്പൊ പ്രതിഷേധിക്കുന്നത് എപ്പോൾ വേണം, എങ്ങനെ വേണമെന്ന് AKG സെന്ററിൽ നിന്ന് ലെറ്റർ ഇതാ. ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ യുവജന സംഘടനകളും AKG സെന്ററിൽ നിന്ന് തരുന്ന കുറിപ്പടി അനുസരിച്ച് പ്രതിഷേധിക്കാം എന്ന് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതിഷേധിക്കേണ്ടത്? ഇവർ കൂത്തുപറമ്പിൽ പ്രതിഷേധിക്കാൻ പോയപ്പോ കയ്യിലുണ്ടായത് കരിങ്കൊടി തന്നെയല്ലേ? വേറെ ഏതെങ്കിലും കളറായിരുന്നോ? അല്ലല്ലോ. അപ്പൊ എപ്പോൾ പ്രതിഷേധിക്കണമെന്ന് യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും ഒന്നും പഠിപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി പറയാം. ആ കുടുംബത്തെ സഹായിക്കേണ്ടത് കേരളത്തിലെ സർക്കാരിന്റെ പൊതുഖജനാവിൽ നിന്ന് എടുത്ത് മാത്രമല്ല, ഈ അനാസ്ഥയ്ക്ക് ഉത്തരവാദികളായിട്ടുള്ള സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും ആ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് ആ ഫിറ്റ്നസ് കൊടുത്ത ഉദ്യോഗസ്ഥന്റെയും അതുപോലെ വീഴ്ച വരുത്തിയ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അടക്കമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ട് ആ കുടുംബത്തിന്റെ മുഴുവൻ സങ്കടങ്ങൾ തീർക്കുന്ന രീതിയിലുള്ള പരിഹാരം കൊടുക്കണം. അതൊക്കെയല്ലേ ചെയ്യേണ്ടത്? ഇനി പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ സംഘടനകൾ എങ്ങനെ സഹായിക്കണമെന്ന് അതിന്റെ ട്യൂഷനും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് അറിയാം എങ്ങനെ ചെയ്യേണ്ടത്, അത് ഞങ്ങൾ ചെയ്തോളാം. പക്ഷേ ഈ കുടുംബത്തെ സഹായിക്കുന്നതിന്റെ ആ മുതലക്കണ്ണീരൊഴുക്കി ഈ വിഷയത്തെ മുഴുവൻ ഹൈഡ് ചെയ്യാം, നിങ്ങൾ പ്രതിഷേധിക്കരുത് എന്ന് പറഞ്ഞാൽ സാധിക്കില്ല റാഷിദേ. ഇത്തരം വിഷയങ്ങളിൽ പ്രതിഷേധിക്കാൻ സ്വാഭാവികമായി